സംവരണ വിഷയത്തിലുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. ആദ്യ എപ്പിസോഡ് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തോ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ ആദ്യം അത് കാണണം. ആദ്യത്തെ എപ്പിസോഡിൽ എന്താണ് സംവരണമെന്നും എന്തിനാണ് സംവരണം നൽകുന്നതെന്നും വളരെ വിശദമായി പ്രതിപാദിച്ചിരുന്നുവെങ്കിലും ആ വീഡിയോയുടെ കീഴിലും ജാതി സംവരണം നിർത്തലാക്കണം, സാമ്പത്തിക സംവരണമാണ് ശരി എന്നെല്ലാമുള്ള സ്ഥിരം സംവരണ വിരുദ്ധ കോറസ് തന്നെയാണ് പലരും പാടിയത്. സംവരണത്തെ പൊതുവിൽ എതിർക്കുന്നത് സവർണ ഹിന്ദുക്കളും സവർണ ക്രൈസ്തവരുമാണ്. ഇവരെ മുന്നാക്ക സമുദായക്കാർ എന്നും പറയാം. ഈ വിഭാഗക്കാർക്ക് സംവരണം ഇല്ലാത്തതുകൊണ്ടായിരുന്നു അവർ സംവരണത്തെ എതിർത്ത് പോന്നിരുന്നത്. എന്നാൽ ഇക്കൂട്ടർക്ക് മാത്രമായി EWS എന്ന പേരിലുള്ള മുന്നോക്ക സംവരണം വന്നിട്ടും അവരുടെ എതിർപ്പിന് കുറവൊന്നും വന്നിട്ടില്ല. അവരിപ്പോഴും പഴയ കോറസ് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സംവരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അക്കൂട്ടർ വേണമെങ്കിൽ ഇത്തരം വീഡിയോ കാണാതിരിക്കുന്നതാണ് അവർക്കും നമുക്കും നല്ലത്. നമുക്ക് പ്രശ്നം വർഷങ്ങളായി സംവരണം അനുഭവിച്ചിരുന്ന ഈഴവർ മുതലായ OBC വിഭാഗക്കാർ സംവരണത്തെ എതിർക്കുന്നതാണ്. എന്തുകൊണ്ടാണ് വർഷങ്ങളായി സംവരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന OBC സമുദായങ്ങൾ സംവരണത്തെ എതിർക്കുന്നത്? രണ്ട് കാരണങ്ങളാണ് അതിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നാമതായി, OBC സംവരണം ജനസംഖ്യാനുപാതികമല്ല. ഇന്ത്യയിൽ 52% വരുന്ന OBC വിഭാഗങ്ങൾക്ക് ആകെ കൂടി കിട്ടുന്നത് 27% സംവരണമാണ്. കേരളത്തിൽ 25-30% വരുന്ന ഈഴവർക്കും മുസ്ലിങ്ങൾക്കും യഥാക്രമം 14-12% സംവരണം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് SC/ST വിഭാഗക്കാർക്ക് സംവരണം ഏതാണ്ട് ജനസംഖ്യാനുപാതികമാണ്. എയ്ഡഡ് വിദ്യാലയങ്ങളിൽ വരെ വിദ്യാർത്ഥി പ്രവേശനത്തിന് അവർക്ക് സംവരണമുണ്ട്. അതുകൊണ്ട് OBC വിഭാഗക്കാർ കരുതുന്നത് സംവരണം SC/ST വിഭാഗക്കാർക്കുള്ള എന്തോ ഏർപ്പാടാണെന്നാണ്. അതുകൊണ്ട് സംവരണം നിർത്തിയാൽ തങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ടാകുമെന്ന് OBCക്കാർ പലരും വിചാരിക്കുന്നു. ഇക്കാരണത്താൽ ഒരു വിഭാഗം OBCക്കാർ സംവരണത്തെ മൊത്തത്തിൽ തന്നെ എതിർക്കുകയാണ്. രണ്ടാമത്, മേൽപ്പറഞ്ഞ കാര്യത്തിൻ്റെ അനുബന്ധമായി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പട്ടികജാതിക്കാരോടും പട്ടികവർഗക്കാരോടും ചില OBC വിഭാഗക്കാർക്കുള്ള വെറുപ്പും അസൂയയുമാണത്. ദളിതർ തങ്ങളെക്കാൾ താഴ്ന്നവരാണെന്നാണ് സവർണരെ പോലെ അത്തരം OBCക്കാർ കരുതുന്നത്. അസെൻഡിങ് ഓർഡർ ഓഫ് റെഫറൻസ് ആൻഡ് എ ഡിസെൻഡിങ് ഡിഗ്രി ഓഫ് കണ്ടംപ്റ്റ് എന്ന് ജാതി വ്യവസ്ഥയെപ്പറ്റി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. മേലോട്ട് ബഹുമാനവും താഴോട്ട് വെറുപ്പും. അതുകൊണ്ടാണ് അവർ വിവാഹ പരസ്യങ്ങളിൽ SC/ST ഒഴികെ എന്നൊക്കെ വംശീയമായ പരസ്യം നൽകുന്നത്. തങ്ങളെക്കാൾ താഴ്ന്നവർ ഉദ്യോഗങ്ങളിലും മറ്റും വന്ന് തങ്ങളെ ഭരിക്കുന്നതിലുള്ള ആശങ്കയും അങ്കലാപ്പുമാണ് പൊതുവിൽ SC/ST സംവരണത്തോടുള്ള ചില OBCകളുടെ വെറുപ്പിൻ്റെ ഒരു കാരണം. മൂന്നാമതായി, സംവരണം മോശം കാര്യമാണെന്ന് ചില OBCകളും മുസ്ലിങ്ങളും ലത്തീൻ കത്തോലിക്കരും എന്തിന് ചില പട്ടികജാതിക്കാർ വരെ കരുതുന്നുണ്ട്. അനർഹരായവർക്ക് ഉദ്യോഗവും വിദ്യാഭ്യാസവും നൽകുന്ന പ്രീണന നയമാണ് സംവരണം എന്ന സവർണ പ്രചാരണം അവരും വിശ്വസിക്കുന്നു. അതിനുള്ള കാരണം മുഖ്യധാരാ പാർട്ടികളും മാധ്യമങ്ങളും സംവരണ വിഷയത്തിൽ അവർക്ക് നൽകുന്ന മിസ്ഇൻഫർമേഷനുകളാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാരാ മാധ്യമങ്ങളും പാർട്ടികളും നയിക്കുന്നവർ സംവരണ വിരുദ്ധരായ സവർണ സമുദായക്കാരാണ് പൊതുവിൽ. അവർ തങ്ങളുടെ മാധ്യമങ്ങളിലൂടെയും പാർട്ടികളിലൂടെയും സംവരണത്തെക്കുറിച്ചുള്ള ശരിയായ അറിവുകൾ ഒരിക്കലും പ്രചരിപ്പിക്കാറില്ല. എന്നു മാത്രമല്ല, സംവരണം മൂലം കഷ്ടത അനുഭവിക്കുന്നവരായി പാവപ്പെട്ട സവർണരെ എപ്പോഴും അവതരിപ്പിക്കുകയും ചെയ്യും. മുഖ്യധാരാ പ്രസിദ്ധീകരണശാലകളായ DC ബുക്സോ മാതൃഭൂമി ബുക്സോ സംവരണ വിഷയത്തിൽ പുസ്തകങ്ങൾ ഇറക്കാത്തത് വെറുതെയാണെന്ന് കരുതുന്നുണ്ടോ? സംവരണം ആരും ശരിയായി മനസ്സിലാക്കിയതെന്ന് അവർക്കെല്ലാം ശാഠ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാലാമതായി, കേരളത്തിലെ സംവരണ വിരുദ്ധരുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഇടതുപക്ഷ സ്വാധീനമാണ്. വർഗരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ അവർ ഒരിക്കലും ഇന്ത്യയിലെ ജാതി പ്രശ്നത്തെ ക്രിയാത്മകമായി അഡ്രസ്സ് ചെയ്തിട്ടേയില്ല. അതുകൊണ്ടാണ് അവർ പിന്നാക്കക്കാരിലെ ക്രീമി ലെയറിന് സംവരണം നൽകരുതെന്നും മുന്നാക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സംവരണം നൽകണമെന്നും നിരന്തരം വാദിച്ചു പോരുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുബോധം തന്നെ ഇതാണ്. ആ പൊതുബോധത്തെ കേരളകൗമുദി പത്രാധിപർ K. സുകുമാരൻ തൻ്റെ വിഖ്യാതമായ കുളത്തൂർ പ്രസംഗത്തിലൂടെയും BRP ഭാസ്കറിനെ പോലുള്ള പത്രപ്രവർത്തകർ നിരവധി എഴുത്തുകളിലൂടെയും കുറേയൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് നമ്മുടെ സാംസ്കാരിക മേഖലയിൽ ഇപ്പോഴുമുള്ള മുൻകൈ മൂലം അവരുടെ അണികളിൽ മാത്രമല്ല കേരളത്തിൽ പൊതുവെ സംവരണ വിരുദ്ധമായ പൊതുബോധം ശക്തമാണ്. അതുകൊണ്ടുകൂടിയാണ് തിരഞ്ഞെടുപ്പുകളിലൊന്നും സംവരണം, ജാതി സെൻസസ് പോലുള്ളവ ചർച്ചയായി വരാത്തത്. അഞ്ചാമതായി, കോൺഗ്രസ്, BJP മുതലായ പാർട്ടികളും സംവരണ വിഷയത്തിൽ സവർണാനുകൂല നിലപാടുള്ളവരാണ്. കേരളത്തിൽ മേൽപ്പറഞ്ഞ ഇടത് പൊതുബോധം അവർക്ക് കൂടി ഗുണകരമായി ഭവിക്കുന്നു. എന്നിരുന്നാലും സമീപകാലത്ത് രാഹുൽ ഗാന്ധി OBC സംവരണത്തിനും ജാതി സെൻസസിനും വേണ്ടി വാദിക്കുന്നുവെന്നത് ആശ്വാസകരമാണ്. എന്നെപ്പോലുള്ളവർ വർഷങ്ങളായി പറയുന്ന കാര്യമാണ് ഈ നേതാക്കൾ ഇപ്പോഴെങ്കിലും പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ ആ പാർട്ടിയിലെ ഇതര നേതാക്കളോ അണികളോ ഇപ്പോഴും സംവരണ വിഷയത്തിൽ നിശബ്ദരോ പഴയ ധാരണകൾ പുലർത്തുന്നവരുമാണ് എന്നതാണ് ദൗർഭാഗ്യകരം. സംവരണം വിവിധ സമുദായങ്ങൾക്ക് ഭരണാധികാരത്തിൽ പ്രാതിനിധ്യം നൽകാനാണെന്ന ഭരണഘടനാ കാഴ്ചപ്പാട് ഒരിക്കലും
ഉൾക്കൊണ്ടിട്ടില്ലാത്തവരാണ് ഇവിടുത്തെ ഏതാണ്ട് എല്ലാ പാർട്ടിക്കാരും മാധ്യമങ്ങളും, എന്തിന് കോടതികൾ വരെ. അതുകൊണ്ടൊക്കെയാണ് സംവരണത്തിൻ്റെ നേട്ടം അനുഭവിക്കുന്ന സമുദായങ്ങൾ പോലും സംവരണ വിരുദ്ധത പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം കേരളത്തിലും മറ്റും കാണുന്നത്. ഇക്കൂട്ടരൊന്നും പക്ഷേ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഗുരുവായൂരിലെയും ശബരിമലയിലെയും മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ബ്രാഹ്മണരെ മാത്രം ക്ഷണിക്കുന്നതിന് എതിരല്ല. എയ്ഡഡ് വിദ്യാലയങ്ങളിൽ കോട വാങ്ങി അധ്യാപകരെ നിയമിക്കുമ്പോൾ മെറിറ്റ് യോഗ്യതാവാദങ്ങൾ ഉയർത്തി അതിനെ എതിർക്കാറുമില്ല. ചുരുക്കത്തിൽ തങ്ങൾക്ക് ഹിതമില്ലാത്ത ആളുകൾ സർവീസിലും വിദ്യാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റും പ്രവേശിക്കുന്നതിനെയാണ് ഇക്കൂട്ടർ എതിർക്കുന്നത്, അല്ലെങ്കിൽ വെറുക്കുന്നത് എന്നർത്ഥം. ഒന്നാം തരം വംശീയതയാണ് വാസ്തവത്തിൽ സംവരണ വിരുദ്ധർ അറിഞ്ഞോ അറിയാതെയോ പ്രകടിപ്പിക്കുന്നതെന്ന് ചുരുക്കം. സംവരണത്തെ ഇമ്മട്ടിൽ എതിർക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ഇന്ത്യയിൽ ആദ്യം സംവരണത്തിന് വേണ്ടി മുറവിളി കൂട്ടിയതെന്നാണ്. പിന്നാക്കക്കാരാണോ അതോ സവർണരാണോ? ആ ചരിത്രവും മറ്റും അടുത്ത എപ്പിസോഡിൽ പറയാം.